അതേസമയം ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണം ദൗർഭാഗ്യകരമെന്ന് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വന്നാൽ മാത്രം പോരാ, കർശനമായ ശിക്ഷയും നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. എനിക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരായ എല്ലാ മൂന്ന് കക്ഷികളുടെയും രാഷ്ട്രീയ നേതാക്കള്, സാമൂഹ്യ പ്രവർത്തകര്, രാഷ്ട്രീയ എഴുത്തുകാര്, ബുദ്ധിജീവികള്, സാംസ്കാരിക നായകന്മാർ, ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ശക്തമായ ഓപ്പൺ ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവണം. അവർക്ക് അതിനുള്ള വേദികളും പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അത് ശക്തമായ രീതിയിൽ ഉണ്ടാകണം. കാരണം കേരളത്തിലെ നിയമം നാളെ വോട്ടായി വരുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ നിയമം അത് കർശനമായി നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ആശുപത്രികളെ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കുക. ഒരു ഹൈ സെക്യൂരിറ്റി സോൺ ഉണ്ടാകണം. ആശുപത്രികൾ ആക്രമണങ്ങൾ നടത്തുന്ന ആൾക്കാരെ ശിക്ഷിക്കുകയും വേണം. ഈ നിയമം നടപ്പിലാക്കിയാൽ മാത്രം അത് നിയമം നിലവിൽ വന്നാൽ മാത്രം പോരാ, അത് കർശനമായി നടപ്പിലാക്കുകയും ഇതുവരെ 2012 നിയമത്തിന് ശേഷം ഒരാളിനെ പോലും നമുക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആഴ്ചയിൽ 1 വീതം ആക്രമണം നടക്കുമ്പോൾ ഒരു കൊലപാതകവും നടന്നിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരെ ശിക്ഷ ഉണ്ടാകുക എന്നുള്ള രീതിയിലേക്ക് നാം എത്തിച്ചേരണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ശക്തമായ നിയമം തന്നെയാണ് അടിസ്ഥാനമെങ്കിൽ പോലും കേരളത്തിലെ പൊതുസമൂഹം, ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര്, അത്തരം ആൾക്കാർ ഇതിനെതിരെ നിലപാടെടുക്കണം. ആശുപത്രിയിലെ അഴിമതി, ഡോക്ടറുടെ കെടുകാര്യസ്ഥത, ചികിത്സയിലുണ്ടാകുന്ന അലംഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുവാൻ മറ്റ് ധാരാളം വേദികളുണ്ട്. അതിലേക്ക് നീങ്ങണം. അല്ലെങ്കിൽ കേരളത്തിലെ ചികിത്സാരംഗം പലതരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാനുള്ള എല്ലാ തരത്തിലും സാധ്യതയുണ്ട്. ഡോക്ടർമാരെല്ലാം ഡിഫെൻസീവ് ട്രീറ്റ്മെന്റ്, അതായത് റിസ്ക് എടുക്കാത്ത ചികിത്സയിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമാകും. അതുകൊണ്ട് കർശനമായ ഇടപെടലുണ്ടാകണം.